ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും സിമ്പിൾ മെത്തേഡിലൊരു 3D സ്റ്റാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം പൈനാപ്പിളിൻ്റെ തണ്ട് വെച്ചിട്ട് ഞാനൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചത് ഈ ഒരു പേപ്പർ വെച്ചിട്ടുള്ള 3D സ്റ്റാർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റാർ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു റൈറ്റിംഗ് വരുന്ന പോർഷൻസൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു പേപ്പർ കഴിഞ്ഞ വർഷം കേക്ക് വാങ്ങിച്ചപ്പോഴാണെന്ന് തോന്നുന്നു അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയതാട്ടോ. അപ്പോൾ അത് ഈ വർഷം നമുക്ക് ക്രിസ്മസ് സീരീസിലേക്ക് യൂസ്ഫുള്ളായി. ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷനുള്ള ഒരു പേപ്പറാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഒരു പ്ലാസ്റ്റിക് കോട്ടോട് കൂടിയാട്ടോ. അപ്പോൾ റൈറ്റിങ്സൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും 10 സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലുമുള്ള 5 സ്ക്വയേഴ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ പഴയ ഒരു നോട്ട്ബുക്കിൻ്റെ കവർ പേജ് ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഈ ഒരു 5 സ്ക്വയേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായത്. ഇനി ഓരോ സ്ക്വയറും വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഫസ്റ്റത്തെ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കോൺ ടു കോൺ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നമുക്കൊരു ലൈൻ കിട്ടുന്നതായിരിക്കും. ഇനി ആ ഒരു സെൻറ്റർ ലൈനിലേക്ക് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും ഓരോ കോൺ ഷേപ്പ് വീതം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് താഴെ വരുന്ന ആ ഒരു ട്രയാങ്കിൾ പീസ് ഉണ്ടല്ലോ, അത് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് താഴെ പോർഷനിൽ നിന്നും സെൻറ്റർ ലൈനിലേക്ക് 2 ചെറിയ ട്രയാങ്കിൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? ഇതാണ് ഈ ഒരു സ്ക്വയർ പീസിൽ വരുന്ന ഫോൾഡിങ്. നെക്സ്റ്റ് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് സ്ക്വയർ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സ്ക്വയറിൽ മാത്രം ഗമ്മ് അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഈ ഒരു ചെറിയ ട്രയാങ്കിൾസ് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 5 എണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഉള്ളിലേക്കൊന്നും ഗമ്മ് അപ്ലൈ ആവാൻ പാടില്ല. നമുക്ക് ഇതുപോലെ എല്ലാ ഷേപ്പുകളും പുറത്തേക്ക് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ 5 എണ്ണവും ഇതുപോലെ തന്നെ ഞാൻ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കാണിക്കുന്ന ടൈമിൽ ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പ് നമുക്ക് വിസിബിൾ ആയിരിക്കും. ആ ഒരു ഭാഗത്ത് മാത്രം വീണ്ടും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോളാണ്. നമുക്ക് ഗ്ലൂ ഗണ്ണോ ഫെവി ബോണ്ടോ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും കേട്ടോ. ഇനി ഈ ഓരോ ഷേപ്പും മുകളിൽ 1 by 1 ആയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5 ഷേപ്പും ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് കോട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ സ്റ്റിക്കായി കിട്ടാൻ കുറച്ച് ടൈം പിടിച്ചു. കാരണം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോൾ ആയതുകൊണ്ട്. അപ്പോൾ റബ്ബർ ബാൻഡ് വെച്ച് ഒന്ന് ടൈ ചെയ്തിട്ട് ഒരു 1 ഹവറോളം ബെഡിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിലുള്ള ഈ 2 ഷേപ്പുകൾ തമ്മിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കുറേ ടൈം നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തത്. ഫെവി ബോണ്ട് ആണെങ്കിലും പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കത്തിച്ച് കളയുന്ന ഈ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നല്ല അടിപൊളി 3D സ്റ്റാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് വേണമെങ്കിലും ഇതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഒരുപോലുള്ള ലുക്ക് ഈ ഒരു സ്റ്റാറിന് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പേപ്പർ കുറവായതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഇതിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് മാത്രമാണ് ആ ഒരു 3D ലുക്ക് വന്നിട്ടുള്ളത്. ആ ബാക്കിലും കൂടി ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിലാണ് ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും ആ ഒരു 3D ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പേപ്പർ കിട്ടുന്ന ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന മെമ്പേഴ്സിനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. Thanks for watching. Bye.